നല്ലൊരു ആരാധന ദൈവം നൽകി തരുവാനിടയായി തീരുന്നു. അതിനുശേഷം നാം അല്പസമയം വചനം ധ്യാനിക്കുവാൻ പോവുകയാണ്. God has given us a wonderful worship today, and God has also given us a wonderful message, and we are going to meditate on it. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇന്ന് പാടി, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. As we sang today, like he is never indebted to anyone, and he doesn't has any owe to anyone. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ പറ്റുന്ന ഒരു സാക്ഷ്യമാണത്. So this particular thing is a testimony for in everyone's life. ഹല്ലേലൂയ, Hallelujah. അപ്രകാരം കടഭാരത്തിലായിരുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ So ആഗ്രഹിക്കുന്നത്. today I'm going to talk about a woman who was in such a debt. തന്റെ ഇല്ലായ്മയിൽ വളരെ ഭാരപ്പെട്ടിരുന്ന ഒരു സ്ത്രീ. She was much worried in her emptiness. എന്നാൽ ആ തന്റെ സാഹചര്യത്തിൽ ദൈവം അവളെ നിറയ്ക്കുവാനിടയായി തീർന്നു. However, in the presence of God, God fulfilled her desires. ആമേൻ, ഹല്ലേലൂയ. Hallelujah. അതിനായിട്ട് നമുക്ക് 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യമാർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. So we read from 2 Kings chapter 4 from 1 to 7. ഹല്ലേലൂയ. Hallelujah. നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള വേദഭാഗമാണിത്. So this particular passage of Bible is very familiar to everyone. നാം അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. So we had heard many messages from this particular context. എന്നാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യസ്തമായ ചില ദൂതുകൾ നിങ്ങളോട് അറിയിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? So how many of you believe that God is going to give a different message for you to based on today's situation? അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. So it says like this in verses 1, the wife of a man from the company of prophets cried out to Elisha, your servant, my husband, is dead, and you know that he revered the Lord, but now his creditor is coming to take my 2 sons as his slaves. നമുക്കവിടെ ആ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അവൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. So we can see this particular woman is in trouble. അവളുടെ പ്രശ്നം എന്താണ്? താൻ വലിയ കടഭാരത്തിലായി. Because she is in debt. നമുക്ക് എപ്പോഴാണ് കടഭാരം വരുന്നത്? So when will someone has debt? നമ്മുടെ ഇല്ലായ്മയിലാണ്. നമുക്ക് ഒന്നുമില്ലാതെ വരുമ്പോൾ, നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നാം കടം വാങ്ങിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകുന്നത്. So when will someone get into debt? Because when they lack something, when they don't lack something for the eternal life, they take credit from someone else. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും, നാം എപ്പോഴും കടഭാരത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് ആദ്യം ഓടിയെത്തുന്നത്. So when we talk about debt, our first thing that comes to our mind is financial debt. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. Apart from that, we also see that in our life we have debt in different other areas in life. ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആണെങ്കിൽ നാം ഇപ്പോൾ ആലോചിച്ചാൽ നമുക്ക് പറയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജോലിയുള്ളവരാണ്, നമുക്ക് ഫിനാൻഷ്യലായിട്ട് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. So even if you look at financially, most of us are working and we have like enough to manage our things financially today. എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും, പല ഏരിയകളിൽ ഇല്ലായ്മകൾ വരുവാനും കടഭാരങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. So however we can also look at different areas in our life, we can have debtness in those areas. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് പണമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ വരാൻ സാധ്യതയുണ്ട്. So in our life, sometimes even if we have all the financial strength, but still we might lack happiness. അല്ലെങ്കിൽ നാം വളരെയധികം പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനം ഇല്ലാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. So even if you have enough money in your life, you still may not have the peacefulness in your life. നമ്മുടെ ആരോഗ്യത്തിൽ ഇല്ലായ്മകൾ ഉണ്ടാകാം. So or you can have like issues with your health. നമ്മുടെ സ്നേഹത്തിൽ ഇല്ലായ്മകൾ ഉണ്ടാകാം. Sometimes you will have like a lackness of love and affection in your life. നമ്മുടെ ബന്ധങ്ങളിൽ ഇല്ലായ്മകൾ ഉണ്ടാകാം. Sometimes you will have like no relationship in your life. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സത്യം അല്ലെങ്കിൽ വിശുദ്ധി, ദൈവത്തോടുള്ള കൂട്ടായ്മ, ഇവയിലൊക്കെ നമുക്ക് ഇല്ലായ്മകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. Sometimes you will have like lackness of fellowship and connection with God. ഇല്ലായ്മകൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മളെ തേടി കടക്കാരൻ വരുവാനിടയായി തീരും. So when you lack something, the debtor or the creditor will come to you.
ഹല്ലേലൂയ. Hallelujah. അതുപോലെ കടക്കാരൻ വന്നിട്ട് എന്തിനു വേണ്ടിയാണ് കടക്കാരൻ വരുന്നത്? കടക്കാരൻ വന്ന് തന്റെ 2 മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുവരുവാനാണ് വരുന്നത്. So why does the creditor come? He will come to take away the 2 sons as a slave. നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മകളിൽ എന്ത് സംഭവിക്കും? നമ്മെ അടിമകളാക്കുവാൻ പലരും കടന്നു വരുവാൻ ഇടയായി തീരും. So similarly, what happens in our life is when you lack something, people will come to make you a slave. ഹല്ലേലൂയ. Hallelujah. സന്തോഷമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സന്തോഷമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഷാദം കടന്നു വരുവാൻ ഇടയാകും. So when you don't have a happiness, like there will be like a sadness that can come into your life. വിഷാദത്തിന് അടിമകളായി മാറുവാൻ ഇടയാകും. So we might become like addicted to a lot of other things. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അസംതൃപ്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. So when you lack satisfaction, like you look for like other satisfactory things. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ലെങ്കിൽ എന്താ? നമുക്ക് വെറുപ്പ് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരും. So when you don't have like love in your life, you might be very, very angry in your certain things. നമ്മുടെ ജീവിതത്തിൽ സത്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? അസത്യമുണ്ട്. So when you don't have like truthfulness in your life, you bring in like untruthfulness. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ട്. So if you don't have purity in your life, like the impurity will come into your life. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പിശാചില്ലെങ്കിൽ ആരുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ദൈവമില്ലെങ്കിൽ ആരുണ്ട്? പിശാചുണ്ട്. Similarly, if you don't have God in your life, then Satan will enter. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണോ ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിന്റെ ഇല്ലായ്മ അനുഭവിക്കുന്നോ ആ ഒരു ഏരിയയെ കൈവശമാക്കി വെക്കുവാൻ അല്ലെങ്കിൽ അടിമപ്പെടുത്തുവാൻ എന്ത് ചെയ്യും? പിശാചിന്റെ പല തന്ത്രങ്ങൾ അല്ലെങ്കിൽ പിശാചിന്റെ ദൂതന്മാർ, ഈവിൽ സ്പിരിറ്റ്സ് ഒക്കെയും കടന്നു വരുവാനിടയായി തീരും. So when you lack something good in your life, in that particular voidness, the Satan will try to bring in impurity in your life. അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ദൈവം എന്താണ്? ദൈവം നമ്മളെ നിറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. So this is what we see, like God wants to fill our hearts. ദൈവം നമ്മളുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിലായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. So God wants us to be in a fellowship with Him. പിശാചിന്റെ ആഗ്രഹം എന്താണ്? ആ ഒരു ഫെലോഷിപ്പിനെ മാറ്റി നമ്മുടെ ദൈവത്തിൽ ദൈവമില്ലാതെ ആക്കിയിട്ട് എന്ത് ചെയ്യണം? പിശാചിന് ആ ഒരു ഭാഗം ഏറ്റെടുക്കണം. So but again, the Satan thinks differently. He wants to cut off the fellowship of ours with God so that he can connect with us. നാം പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, അശുദ്ധാത്മാക്കളെ പുറത്താക്കിയ ഒരു മനുഷ്യന്റെ കാര്യം നാം വായിക്കുന്നുണ്ട്. So in New Testament we can read about a man from whom the evil spirits were like kicked out. പുറത്തായ ശേഷം അശുദ്ധാത്മാവ് എന്ത് ചെയ്തു? അത് പല സ്ഥലങ്ങളിൽ നീര് ഒഴുക്കുള്ള പ്രദേശങ്ങൾ തപ്പി നടന്നു. എന്നിട്ട് എങ്ങും കിട്ടാഞ്ഞിട്ട് എന്ത് ചെയ്തു? മടങ്ങി വന്നപ്പോ എന്താണ് കണ്ടത്? ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്താണ്? അടിച്ചു വൃത്തിയാക്കി ഇട്ടേക്കുന്നതാണ് കാണുന്നത്. So we can see like when all the evil spirits got out of that particular man's body, it was like wandering around different places. But again, when it came back, he couldn't get in because he was filled with good spirit. നമുക്ക് ഒറ്റയടിക്ക് ചിന്തിച്ചാൽ നോക്കാം, എന്താണ് ഈ മനുഷ്യന്റെ ഉള്ളില് അടിച്ചു വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കാം, കുഴപ്പമൊന്നുമില്ല, വൃത്തിക്ക് കിടക്കുന്ന ഒരു സ്ഥലം. അതില് ആ പേഴ്സൺ അപ്പൊ സേഫ് ആയിരിക്കും എന്ന് നാം വിചാരിക്കും. So we can see like the person is filled with good spirit. Therefore, like we can see that particular person is safe from the evil spirits. പക്ഷെ നമുക്കവിടെ കാണാൻ സാധിക്കും, ഈ അശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പോയി 7 മറ്റ് ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്ന് അതിനകത്ത് കയറി പാർത്തു എന്ന് നാം അവിടെ വായിക്കുന്നു. But we can see like this particular evil spirit went out and brought in 7 different evil spirits and came to stay inside him. അത് ആ ഭാഗത്തെ പറ്റി കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ഈവിൾ സ്പിരിറ്റിനെ പുറത്താക്കി ആ ഭാഗം അവിടെ അടിച്ചു വൃത്തിയായി കിടന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? ആ മനുഷ്യനെ അതിനെ ഒന്നും കൊണ്ട് ഫില്ല് ചെയ്തില്ല. So what happened here when I tried to like meditate deep on it, he removed the evil spirit from his heart, but again it was vacant, it was void. He didn't have the good spirit in him. So because he was vacant, the evil spirit came with 7 more evil spirit. നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗങ്ങളും എന്ത് നാം എംപ്റ്റി ആക്കി ഇടരുത്. നാം അവിടെ ഒക്കെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സാന്നിധ്യത്താലും ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ വചനത്താലും ഒക്കെ എന്ത് ചെയ്യണം? നാം അതിനെ നിറച്ചു വെക്കണം നമ്മുടെ ജീവിതത്തെ. Similarly, in our life, in different areas or component of your life, you should never live it void. You should fill that with God's presence or God's words or God's thoughts. നമ്മുടെ ജീവിതത്തിൽ എംപ്റ്റിനെസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അവിടെ ഡിപ്രഷന്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ അസംതൃപ്തിയുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ അശുദ്ധിയുടെ സ്പിരിറ്റ് ഒക്കെയും കടന്നു വന്ന് അവിടെയൊക്കെയും കൂടുകൂട്ടുവാനിടയാകും. So even in your life, like if you have emptiness, the spirit of depression will come and stay inside you. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം, എന്റെ ജീവിതത്തിൽ ഏത് ഏരിയ ആണ് എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്? So let's examine ourselves. Let's examine and see like in which area there is emptiness in my life.
സന്തോഷമാണോ ഇല്ലാത്തത്, അതോ സത്യമാണോ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത്, അതോ എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്താണ് എംപ്റ്റി ആയി കിടക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. So what is that is empty in your life? What is void in your life? Is it the truth or is it the purity? ഹല്ലേലൂയ. ദൈവം നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മളെ സ്വതന്ത്രരാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. So what God wishes from us, like He wants us to be free. നാം ഒരിക്കലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അവസരങ്ങളിലാണ് നാം ലോകത്തിലേക്ക് നോക്കിയാൽ പലരും ആൽക്കഹോളിസം, ഡ്രഗ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും എന്താണ് അവർ സന്തോഷം തേടി പോകുവാണ്. So we can see in this particular world, like people, when they are void, when they are empty, they look for worldly pleasures. So they look into like alcoholism and other different things to fulfill their voidness. നമുക്ക് അവരെ നമ്മൾ പറയുന്നത് എന്താണ്? അഡിക്സ് എന്നാണ് പറയുന്നത്. ഡ്രഗ് അഡിക്സ്, ആൽക്കഹോൾ അഡിക്സ്. അവർ അതിന് ആ ഒരു രീതിയിൽ പോയിട്ട് ആ ഒരു ആത്മാവിന് അവർ അടിമകളായി തീരുവാണ്. So we call them like addicts because they are so used to that thing and they're kind of a slave to those kind of addictions. എന്നാൽ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടിയാണ്. But God wants to give freedom in your life. ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം വേർപെടുത്തി പിശാച് അടിമകളാക്കുവാൻ വേണ്ടിയാണ് എന്ത് ആദമിനെയും ഹവ്വയെയും തെറ്റിച്ചത്. പിശാചിന് അവരെ മനുഷ്യവർഗത്തെ അടിമകളാക്കി വെക്കുവാൻ വേണ്ടിയാണ്. But again, Satan is always keen to like make us a slave to him, because we can see like from the beginning, from Adam and Eve, he deceived them and took them away from Jesus Christ. ഈ ഒരു വിധവയെ പോലെ മനുഷ്യവർഗം മൊത്തം എന്താണ് വലിയൊരു കടത്തിന് അടിമകളായി തീർന്നു. As we see in the women's life, our mankind is in a big debt to the Satan. പാപത്തിന്റെ ശമ്പളം മരണം എന്ന ആ ഒരു വലിയ കടത്തിന് അടിമകളായി ആര് തീർന്നു? മനുഷ്യവർഗം മൊത്തം തീരുവാനിടയായി തീർന്നു. The entire mankind became a debtor to the sins. അങ്ങനെ പിശാച് എന്ത് ചെയ്തു? പിശാചിന് നമ്മൾ എന്ത് ചെയ്തു? അടിമകളായി തീർന്നു. അങ്ങനെ Likewise, we became a slave to the Satan. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം എന്ത് ചെയ്തു? ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടി ആ കടം വീട്ടി. However, God wants to give freedom to us from all the satanic things. ദൈവം നാം പേ ചെയ്യേണ്ടിയിരുന്ന ആ കടം എന്ത് ചെയ്തു? യേശുക്രിസ്തു മനുഷ്യരൂപത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി വീട്ടുവാനിടയായി തീർന്നു. How did he give the freedom? Like he came as a human being and he paid off all our debts of our sins. ഇനി നമുക്ക് എന്താണ് ചെയ്യുവാനുള്ളത്? നമുക്ക് വീണ്ടും ആ ഒരു ഫെലോഷിപ്പിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ ദൈവമായിട്ടുള്ള പ്രാർത്ഥന, ഉപവാസം, അതുപോലുള്ള ദൈവത്തോടുള്ള ആരാധന, സ്നേഹം, ഇവയൊക്കെയും കൊണ്ട് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? നാം നിറയ്ക്കണം. So what is that we should do? Because we already paid for our debt, so we should make sure we are in fellowship with him. We should pray, we should fast, we should always have a worship in our life for him. ആദം മൂലം കടന്നു വന്ന ആ അടിമത്തത്തെ യേശുക്രിസ്തു മുഖാന്തരം നീക്കി. എന്നാൽ വീണ്ടും എന്താണ് നാം വചനത്തിൽ വായിക്കുന്നത്? പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ചുറ്റി നടക്കുകയാണ്. So the sin that came through Adam, Jesus Christ removed that sin. But again, what we can see in New Testament, like the Satan or the devil is like a gorging lion. He will always want to consume us. എന്തിനാണ് പിശാച് ചുറ്റി നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏത് ഏരിയയെ വീണ്ടും തനിക്ക് കൈയടക്കി വെക്കാം. നമുക്ക് ദൈവം നമ്മൾക്ക് മരണത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്നു. എന്നാൽ വീണ്ടും നമ്മെ എവിടെ തെറ്റിക്കാം? ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിന് കോട്ടം വരുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ട്, അതുവഴി എങ്ങനെ നമ്മെ അടിമയാക്കാമെന്ന് നോക്കി എന്ത് ചെയ്യുവാണ്? പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുകയാണ്. So why does the devil keeps looking for our life? Because he wants to look at voidness in our life so that he can capture the particular voidness and make a slave of him. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് ഏരിയയിലാണ് നമുക്ക് ആ ഒരു ഇല്ലായ്മ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കടം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് ഏരിയയിലാണ്? So we need to examine like in which area of our life we are experiencing a spiritual deadness. ഈ വിധവയെ നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ എന്ത് ചെയ്തു? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. എവിടെ ചെന്നു? എലീശയുടെ അടുത്ത് ചെല്ലുവാനിടയായി തീർന്നു. So we can see this particular wife of a man or the woman, she went to the prophet Elisha and cried. എലീശയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എലീശ ക്രിസ്തുവിന് നിഴലായിട്ട് പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രവാചകനാണ് എലീശ. So if we look about Elisha in the Old Testament, he is like a shadow of Christ. എലീശയുടെ അടുക്കൽ ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിലെ കടഭാരം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ തൻ്റെ മക്കളെ അടിമകളാക്കുവാൻ വരുന്ന ഒരു കടക്കാരന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടുവാൻ എവിടെ ചെന്നു? എലീശയുടെ അടുക്കൽ ചെല്ലുവാനിടയായി തീർന്നു. So this woman like went to Elisha to make sure her kids were not taken as a slave.
നമ്മുടെ ജീവിതത്തിലെ ഏത് ഏരിയയിലാണോ കടമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് ഏരിയയിലാണോ നമ്മൾ എംപ്റ്റിനെസ് അനുഭവിക്കുന്നത്, ആ ഏരിയയുമായിട്ട് നാം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാണെങ്കിൽ, എലീശ അവിടെ ആ സ്ത്രീക്ക് ഒരു വഴി ഉണ്ടാക്കി കൊടുത്തപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അവിടെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. So similarly, how the women went to Elisha to find a solution for her problem. Similarly, even in our life, you need to identify areas that you lack emptiness or voidness, and you should go to God and ask for help. ഈ സ്ത്രീ എങ്ങനെയാണ് ചെല്ലുന്നത്? നിലവിളിച്ചുകൊണ്ടാണ് പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. So how did this woman went to Elisha? She was crying. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോഴാണ് നാം നിലവിളിക്കുന്നത്. So in our life, like generally, when we have like a lot of trouble that we cannot bear, then only we cry to someone. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുവാൻ പോകുകയാണ്. See, in the women's life, we can see she lost her husband and she's about to lose both her sons. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിലവിളിയോടെ താൻ എന്ത് ചെയ്യുവാണ്? എലീശയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. In such a situation, this woman going to Elisha with a lot of crying. നമ്മുടെ ജീവിതത്തിൽ എംപ്റ്റിനെസ്സിൽ നമ്മൾ ആ ഒരു എംപ്റ്റിനെസ്സുമായിട്ട് കംഫർട്ടബിൾ ആയിട്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുവാൻ ഇടയാകില്ല. So even in our life, like if you are comfortable in such emptiness, we will never get a deliverance. ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഏരിയ എംപ്റ്റി ആയി കിടക്കുന്നത് വഴി പിശാച് നമ്മളെ അടിമകളാക്കും, അല്ലെങ്കിൽ നമുക്ക് ദൈവം കരുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള ഒരു നഷ്ടബോധം വന്നാൽ എന്ത് സംഭവിക്കും? നാം നിലവിളിയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഇടയാകും. So when you have the emptiness, like Satan will always be keen to fulfill that voidness through different things. But again, what it will also do is like whatever God has kept as a promise for us, it will be like lost as well. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. So here we can say like your husband was a man of God. അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. There's a question there. തന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ താൻ ചിന്തിച്ചപ്പോൾ തന്റെ ഭർത്താവ് ആരാണ്? യഹോവ ഭക്തനായിരുന്നു. എന്നിട്ടും തനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ഗതി വന്നു? So she might be thinking like my husband was a servant of God, but still why I have such a situation? നമ്മുടെ പല അവസരങ്ങളിലും നാമും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാറുണ്ട്. So even in our life, like we will ask such questions with God. എന്റെ ദൈവമേ, ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഇത്ര നേരം നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? So we might say like, God, I'm doing this, I'm doing that, I'm praying for you, I'm attending the Sunday services, but still why I have such a negative situation in my life? എന്നാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, അങ്ങനെ ആ ഒരു ദൈവത്തോടുള്ള ബന്ധം ചില ഏരിയകളിലുണ്ട്, പക്ഷെ ചില ഏരിയകളിൽ ദൈവത്തോടുള്ള ആ ഒരു ബന്ധമില്ലാതെ എംപ്റ്റി ആയി കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടാകുന്നത്. So we should understand like in some areas there might be like a fulfillment and connection with God, but again in some areas there might be emptiness. That's why we might have such a situation in our life. അങ്ങനെ തന്റെ ആ ഒരു പ്രത്യേക അവസരത്തിൽ നിലവിളിയോടെ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ആ സഹോദരിയുടെ നിലവിളി എന്ത് ചെയ്യാൻ കേട്ടു? പ്രവാചകൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. So in such a situation, when the women went to the prophet, he was able to hear her cry. അതിന്റെ രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നില്ല എന്നവൾ പറഞ്ഞു. In verses 2 we can see like Elisha replied to her saying, how can I help you? Tell me, what do you have in your house? Your servant has nothing there at all. She said, except a little oil. ഹല്ലേലൂയ. ആ എലീശ തന്റെ നിലവിളി കേട്ട് കഴിഞ്ഞിട്ട് എന്താണ് തന്നോട് ആ സ്ത്രീയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? So after hearing her cry, Elisha is asking the women, what shall I do for you? അതിന്റെ കൂടെ തന്നെ താൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? Along with that particular question is asking one more question, what is that you have in your house? നാം പലപ്പോഴും അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ആ സ്ത്രീ തന്റെ ഇല്ലായ്മയാണ് സ്ത്രീ കണ്ടുകൊണ്ടിരുന്നത്. So what we can see like similarly in our spiritual life, the women was focusing on her emptiness. ആ സ്ത്രീ തന്റെ വീട്ടിലായിരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ താൻ ഭാരത്തിൽ കൂടി കടന്നുപോയ സമയങ്ങളിൽ തനിക്കില്ലാത്ത തന്റെ കടം അല്ലെങ്കിൽ തന്റെ കടക്കാരൻ തന്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്ന ആ ഒരു കടക്കാരൻ, ഈ ഒരു കാര്യങ്ങളൊക്കെയുമാണ് എന്താ ആ സ്ത്രീ കണ്ടുകൊണ്ടിരുന്നത്. So the women was more focused on all the negative things, her debt, all the her creditor coming and taking her sons as a slave. So those kind of things was predominant in her mind. എന്നാൽ ഒരു ചോദ്യം കൊണ്ട് എന്താണ്, ഒരു ചോദ്യം കൊണ്ട് എലീശ തന്റെ ഒരു പെർസ്പെക്റ്റീവിനെ മാറ്റുകയാണ്.
With one question, Prophet Elisha is changing her perspective. തന്റെ ഇല്ലായ്മയെ നോക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തന്റെ ഇല്ലായ്മയെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീയോട് എലീശ ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? So the woman was worried with her emptiness, but again Elisha is asking her, what is that you have left in your house? നാം പലപ്പോഴും നമ്മുടെ നഷ്ടങ്ങളെ അല്ലെങ്കിൽ നഷ്ടങ്ങളെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാം കാണുവാറുള്ളൂ. നമുക്ക് ദൈവം തന്ന നന്മകളെ നാം കാണുവാൻ മറന്നു പോകാറുണ്ട്. Sometimes like we focus and only think about all the losses in our life. We don't realize the good thing that he has blessed in our life. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാകാലത്താണെങ്കിലും ആ പുരുഷാരമൊക്കെയും എന്ത് ചെയ്തു? പുരുഷാരത്തിന് എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. So even during the like time of Jesus Christ in this earth, like the disciples were worried and they were asking Jesus like, what shall we give to the crowd so that we can feed them? അപ്പോൾ എന്ത് ചെയ്തു? ആ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്ത് കൊടുക്കും? ഇവർ വിശന്നിരിക്കുന്നു, ഈ പുരുഷാരം വിശന്നിരിക്കുന്നു, ഞങ്ങൾ എന്ത് കൊടുക്കും? അവർ ആ പ്രോബ്ലത്തെയാണ് കാണുന്നത്. So the disciples were worried when they came to Jesus so that they can feed the crowd. They were asking Jesus like, what is that we can give to the crowd so that we can feed them? എന്നാൽ യേശുക്രിസ്തു നിങ്ങളുടെ കയ്യിൽ എന്ത് ഉണ്ട്? നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനാണ് യേശുക്രിസ്തു പറയുന്നത്. So then Jesus Christ asked a similar question, asking them, what is that you have in your hand, and bring it to me. അവിടെ താൻ അതിനുശേഷം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 ജനത്തെ പോഷിപ്പിക്കുവാനിടയായി തീർന്നു. So that we can see like with 5 loaves of bread and 2 fish, they were able to feed around 500 men. നമ്മുടെ കയ്യിലും പലപ്പോഴും ഈ 5 അപ്പവും 2 മീനും ഒക്കെ കാണും, പക്ഷെ നമുക്കെന്താ അറിയില്ല, അതിന്റെ വില അറിയത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിന് അതും കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഉടലെടുക്കുവാൻ സാധിക്കുന്നില്ല. Similarly in our life, like we might have like a very little things, but again we don't focus on them and we don't give value to them and we fail, so that like God can multiply that. നാം ചെറുതാണ്, അല്ലെങ്കിൽ ഇതും കൊണ്ട് എന്ത് സാധിക്കും എന്നും പറഞ്ഞ് നാം മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വഴിയായിരിക്കും ദൈവം ചിലപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്നത്. We would have like set those small things apart or away from us, be thinking that these are very little things and what is that I can do with it. അതിനുവേണ്ടി നാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നമുക്കുള്ള ആ ഒരു ചെറുത് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മതി. So the one thing that we should do is like whatever small or less valued thing that you have, just submit that in the presence of God. എത്ര ചെറുതാണെങ്കിലും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. So how much ever the thing that you have is very very tiny or of less value, if you submit in the presence of God, God can multiply that enormously. നമുക്ക് വീണ്ടും ആ സഹോദരിയുടെ അടുക്കലേക്ക് വരാം. ആ സഹോദരി എന്താണ് അതിന് പറയുന്നത്? തന്റെ വീട്ടിൽ എന്താണുള്ളത്? ഒരു ഭരണി എണ്ണ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നു. So let's come back to the women's story where she says like she replies to Elisha saying that I have a jar of oil. ആ സ്ത്രീക്ക് മറ്റൊന്നുമില്ല തന്റെ വീട്ടില്. And she doesn't have anything else in her house. തനിക്കൊരു വീടുണ്ടായിരുന്നു, താൻ താമസിക്കുന്ന വീട് പോലും തന്റെ അല്ല. വീടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ വീട് വിറ്റിട്ട് കടം കൊടുക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. I think she didn't have even her own house, because if she had, she would have like sold the house and paid the creditor. തന്റെ വീട്ടിൽ ഫർണിച്ചറുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വിറ്റ് തനിക്ക് കുറെ കടം തീർക്കുവാൻ സാധിക്കും. So even if she had some furniture or any appliances, she would have sold that and paid the creditors. തന്റെ ബുദ്ധി വെച്ച് ചിലപ്പോൾ താൻ അതൊക്കെയും ചെയ്തു കാണും. തനിക്കുണ്ടായിരുന്ന ഭവനം വിറ്റ് കാണും, അല്ലെങ്കിൽ തനിക്കുള്ള ഫർണിച്ചറും വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? വിറ്റ് തന്റെ കടം തീർക്കുവാൻ ആ സ്ത്രീ ശ്രമിച്ചു കാണും. She should have already tried to do all those things by selling all that she had to pay off the debt. അതിനുശേഷം നാം വായിച്ചു വരുമ്പോൾ അവിടെ എന്താണ്? അവിടെ എംപ്റ്റി ആയിട്ടുള്ള ജാറുകൾ പോലുമില്ല. ജാറുകളൊക്കെ അയലത്തെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തു എന്നാണ് നാം കാണുന്നത്. So we can also understand like she didn't have like empty vessels or jars, so because she had to like ask her neighbors for them. നമ്മോട് ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? So when God asks us like what is that you have, so what is our reply to him? നാം ആണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി പോകുന്നത്. നമുക്ക് പറയാം, എനിക്ക് ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഡിഗ്രി ഉണ്ട്, എനിക്കല്ലെങ്കിൽ ഇത്ര സ്ഥലം കിടപ്പുണ്ട്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ദൈവത്തോട് പറയും, അങ്ങനെ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അത്രയും പൈസ കിട്ടും, അതും കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത്ര ലാഭം കിട്ടും, അതും കൊണ്ട് എനിക്ക് കടം തീർക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പ്ലാനുകളാണ് അങ്ങോട്ട് പറയുന്നത്. So when you have like when there's a question like that, like we might be thinking and saying reply to God like saying I have a degree, I have an education, or I have a piece of land which I can sell and pay the creditors. എന്നാൽ ഈ സ്ത്രീ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ എല്ലാം കടന്നു പോയി കഴിഞ്ഞ് വരുന്ന സ്ത്രീയാണ്. കാരണം തനിക്ക് അങ്ങനെ വിൽക്കുവാനൊന്നുമില്ല, പറയുവാനൊന്നുമില്ല. തന്റെ കയ്യിൽ ഇനി ആകെ മിച്ചമുള്ളത് എന്താണ്? ഒരു ഭരണി എണ്ണ മാത്രം. So this lady like doesn't have anything else to sell to pay the creditors. So because we can see that like she didn't have anything except
a little oil. നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ എണ്ണ എന്തിനെയാണ് കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതായിട്ട് നമുക്കറിയാം. So in Bible we can see like the oil is compared to Holy Spirit. പഴയ നിയമത്തിൽ രാജാക്കന്മാരൊക്കെയും അഭിഷേകം ചെയ്യുന്നു, അതുപോലെ മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തന്റെ തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. So we can see in Bible like when a person is a king is anointed, they pour the oil on his head and anoint them. ഒരുപക്ഷെ ഈ ഓയില് തന്റെ ഭർത്താവായ പ്രവാചകനെ അനോയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഭർത്താവായ പ്രവാചകൻ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഓയിൽ ആയിരിക്കണം അത്. So this oil might be an oil that was used to anoint her husband or someone. ഹല്ലേലൂയ. Hallelujah. താൻ ആ സ്ത്രീയെ പറ്റി പഠിക്കുമ്പോൾ താൻ ആ ഒരു എണ്ണ തന്റെ ആ ഒരു അല്ലെങ്കിൽ തന്റെ ഭർത്താവിൻ വഴി കിട്ടിയ ഒരു അഭിഷേകം താൻ നഷ്ടപ്പെടുത്തിയില്ല. So what we can see like the oil that she had, maybe the oil she got through her husband, she didn't like lose it. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു. ബാക്കി വിൽക്കാൻ പറ്റുന്നതൊക്കെയും വിറ്റിട്ടും തന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ഭരണി എണ്ണ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. So she sold all that she had and she preserved the oil that she had with her. 10 കന്യകമാരുടെ ഉപമ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? എണ്ണ കയ്യിലുണ്ടായിരുന്നവര് മണവാളന്റെ കൂടെ മണിയറയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. In the parable of 10 bride, we can see like the 5 who had the oil with them, they went with the groom. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പാൽക്കാലം നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടോ എന്നാണ് നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം. So this morning we have to examine ourselves. Do we have the oil in your life? നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും നമുക്ക് എന്താണ്? നമ്മുടെ കയ്യിൽ ദൈവം നമുക്ക് തന്ന ആ ഒരു അഭിഷേകത്തിന്റെ എണ്ണ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. Even if you don't have anything else in your life, if you have the anointed oil that is in your life, God can bless you and anoint you through that. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:7 വാക്യത്തിൽ നമുക്ക് അതിനെപ്പറ്റി വായിക്കുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 4:7. ഹല്ലേലൂയ. Hallelujah. അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വന്തമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ്. So here it reads like this, like 2 Corinthians chapter 4 verses 7. But we have this treasure in jars of clay to show that this is all surpassing power is from God and not from us. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ മൺപാത്രത്തിൽ മണ്ണുകൊണ്ട് മെടഞ്ഞിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എന്താണ് ദൈവം തന്നിരിക്കുന്നത്? ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. So God has put the all surpassing power inside our clay body. ആ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് എന്നത് ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. So God has put the Holy Spirit, the third component of Trinity, in our human life, human body. ആ ഒരു എണ്ണ നഷ്ടപ്പെടാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ഒരു എണ്ണ മാത്രം മതി നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ ആ ഒരു എംപ്റ്റിനെസ്സിനെയും മറികടന്ന് നമുക്ക് മുൻപോട്ട് പോകുവാൻ. So if we have the holy oil of Holy Spirit in our life, we can solve any problem and God can multiply us through it. ഹല്ലേലൂയ. Hallelujah. അതിനുശേഷം 2 രാജാക്കന്മാർ ആ അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ തന്നെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മതി. So Elisha said in verses 3, go around and ask all your neighbors for empty jars. Don't ask for just a few. ഹല്ലേലൂയ. Hallelujah. അവിടെ എന്താണ്? അവിടെ പ്രവാചകൻ എന്ത്? ഈ സ്ത്രീയുടെ ഉള്ളിൽ സ്ത്രീയുടെ കയ്യിൽ എന്തുണ്ട്? എണ്ണ ഉണ്ടെന്ന് പ്രവാചകന് മനസ്സിലായി. So the prophet understood that this lady has some oil in her hand. ആ എണ്ണ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ത്രീയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കുവാൻ സാധിക്കുമെന്ന് ആർക്ക് മനസ്സിലായി? പ്രവാചകന് മനസ്സിലായി. The prophet understood that with this little oil that she had, she can solve all her death problems. ആ പ്രവാചകൻ അതിനുശേഷം എന്താണ് പറയുന്നത്? ആ സ്ത്രീയോട് പറയുന്നു, നീ പോയി വെറും പാത്രങ്ങൾ എംപ്റ്റി ആയിട്ടുള്ള വെസൽസ് ഒക്കെയും അടുത്തുള്ള നെയ്ബറിംഗ് ഹൗസസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്ത് കൊണ്ടുവരുവാൻ പറയുന്നു. Then he asked us to collect all the vessels from her neighbors. അതായത് ആ സ്ത്രീയുടെ വിടുതലിന്റെ വ്യാപ്തി എത്രത്തോളം വേണമെന്നുള്ളത് പ്രവാചകൻ ആ സ്ത്രീയെ ഏൽപ്പിച്ചു. So the prophet gives the deliverance, the magnitude of the deliverance to the lady and through the women itself. ആ സ്ത്രീക്ക് വേണമെങ്കിൽ ഒരു പാത്രം കളക്ട് ചെയ്തുകൊണ്ട് വരാം, 10 പാത്രം കളക്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ 1000 പാത്രം കളക്ട് ചെയ്തുകൊണ്ട് വരാം. So the women would have collected just 1 vessel or 10 vessel or even 1000 vessel from the neighbors. നാം എത്രത്തോളം ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളെ നാം എത്രത്തോളം അതിനുവേണ്ടി ഇറങ്ങും അല്ലെങ്കിൽ അതിനുവേണ്ടി നാം സമർപ്പിക്കും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ആ നമുക്ക് കിട്ടുന്ന വിടുതലിന്റെ വ്യാപ്തി.
So sometimes like the deliverance that we are going to get might be depending upon the extent to which you are able to go based on God's command. നമ്മുടെ ജീവിതത്തിൽ ഈ എണ്ണ ഉണ്ടെങ്കിലും എന്താണ്, എണ്ണ ഉണ്ടെങ്കിലും നാം തീരുമാനിക്കണം ആ എണ്ണ നമുക്ക് എന്തുമാത്രം ഉപയോഗിക്കണം, എത്ര മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അതോറിറ്റി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. So even if you have the oil in your life, the extent of your deliverance or the blessing depends on how much ever you're ready to extend that in your life. ആ സ്ത്രീക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, ഞാൻ ഓൾറെഡി എന്റെ പാത്രങ്ങളെല്ലാം വിറ്റു, ഇനി ഞാൻ ചെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരു പാത്രം എനിക്ക് കടം തരുമോ? So she would have thought like, I have sold all my vessels that I had. So if I go and ask my neighbors for some vessels, will they give that to me? അല്ലെങ്കിൽ ചെന്ന് പാത്രം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരോർക്കും ഇനി ഈ പാത്രം കൂടെ വാങ്ങിച്ച് വിറ്റ് അത് കടം തീർക്കാൻ ഉപയോഗിക്കാനാണെന്ന് വേണമെങ്കിൽ അവർ ചിന്തിക്കുമോ എന്നൊക്കെയും ഈ സ്ത്രീക്ക് തന്റെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടാം. Also this woman would have thought like, if I go and ask my neighbors for more vessels, they might think that she might sell these vessels as well and clear a debt. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പ്രവാചകൻ പറഞ്ഞതല്ലേ, അതിന്റെ പേരിൽ ജസ്റ്റ് പ്രവാചകൻ പറഞ്ഞ് അനുസരിക്കാം എന്നുള്ള രീതിയിൽ ഒരു പാത്രം മാത്രം വേണമെങ്കിലും പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. So the women would have thought like, okay, she would have like decided to even collect just one vessel because the prophet has said so. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്ന ആ സ്ത്രീ എന്താണ്, ആ സ്ത്രീ പ്രവാചകനിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ വളരെയധികം വിശ്വാസമുള്ള സ്ത്രീയായിരുന്നു. താൻ പോയി അനേകം പാത്രങ്ങൾ കളക്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം എന്താണ്, അവസാന വാക്യത്തിൽ നാം വായിക്കുന്നു, തന്റെ കടങ്ങളും തീർത്ത് തന്റെ ഉപജീവനത്തിനുള്ളതും കൂടെ തനിക്ക് കിട്ടിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. So but again we can see like she was a more faithful woman, so she collected more vessels from her neighbors, and we can see below that she was able to repay all her debt and also help others as well. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പുതിയ വഴികളെ ഒരുക്കുവാൻ വേണ്ടി നമ്മോട് ഓരോ സ്റ്റെപ്പ് എടുക്കുവാൻ പറയുമ്പോൾ എന്താണ്, ഈ പിശാചിന്റെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അവിശ്വാസം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടന്നു വന്നാലുള്ള കുഴപ്പം എന്താണ്, നമ്മൾ ആ ഒരു വ്യാപ്തി എന്ത് ചെയ്യുവാണ്, നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുവാണ് ചെയ്യുന്നത്. So similarly in your life, like when God is giving you a solution, He's asking you to do something to resolve a problem, like then the Satan will bring in all the negative situation in your life, negative thoughts, and he will try to like minimize your effort. So again, when that happens, the deliverance or the blessing that was kept for you will not come into completion. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ദൈവം പറയുന്ന വാക്കിനനുസരിച്ച് നാം സ്റ്റെപ്പ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എംപ്റ്റിനെസ് ഒക്കെ മാറ്റി എന്ത് ചെയ്യും, നമ്മളൊരു ദൈവം വിചാരിക്കുന്ന, ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. So if you completely believe what God is commanding you to do, and if you are able to like do that completely, God is able to like deliver you from all your troubles. ഹല്ലേലൂയ. Hallelujah. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം, ഈ വെറും പാത്രം എന്താണ് പോയി കളക്ട് ചെയ്യുന്നത്. ഈ സഹോദരി പോയി കളക്ട് ചെയ്യുന്നത് മറ്റ് വീടുകളിൽ നിന്നുള്ള വെറും പാത്രങ്ങൾ. So we can see like she's collecting just the empty vessels from her neighbors. ഇനി ചുമ്മാ ഒരു വെറും പാത്രം മതിയോ, അതോ ഈ വെറും പാത്രത്തിന് എന്തെങ്കിലും ക്വാളിറ്റി വേണോ? So is there like is it enough just to have an empty vessel, or does the vessel should have some quality or properties? അതിനുവേണ്ടി നമുക്ക് 2 തിമോത്തിയോസ് 2:20-21 വാക്യങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 2:20-21. So we can read in 2 Timothy chapter 2 verses 20 and 21. It reads like this: in a large house there are articles not only of gold and silver, but also of wood and clay. Some are for noble purposes and some are for ignoble. If a man cleanses himself from the latter, he will be an instrument for noble purposes, made holy, useful to the master, and prepared to do any good work. നമുക്ക് ദൈവവചനത്തിൽ നമ്മയൊക്കെ എന്താ ദൈവത്തിന്റെ കയ്യിലെ പാത്രങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. So we can see like we are a vessel in the hands of God. ദൈവത്തെ കുശവനും കുശവൻ മെനയുന്ന പാത്രങ്ങളുമാണ് നാം. So we are the potter in a potter's hand, and how the potter designs us is what we are. എന്നാൽ അവിടെ നാം വായിക്കുന്നു, വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, പൊന്നുകൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, മരം കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്. So we can see in a like particular how there are like vessels made of gold and silver, or of wood and clay. നമ്മെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, മെനഞ്ഞിരിക്കുന്നു ഉള്ളതല്ല ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് പറയാൻ സ്വർണം അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെയും അത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടാണ് നമ്മെ
എന്ന് പറയുന്നതിനേക്കാളും എന്താണ് അവിടെ കാണുന്നത്? നമ്മൾ വിശുദ്ധിയും വെടിപ്പാക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. So it's immaterial, like what material is like we are made of, the vessel is made of, but again it depends on how pure we are. വെള്ളിയും പൊന്നും കൊണ്ടുള്ള പാത്രമാണെങ്കിൽ പോലും അതൊരു വൃത്തിയില്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ എന്താണ്, ഈ എണ്ണ പകരുവാൻ വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവരുവാൻ സാധിക്കില്ല. So even if like a vessel is made of gold or silver, if it's impure, it can't be used to collect an oil. എന്നാൽ മരം കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന പാത്രമാണെങ്കിലും അത് അകവും പുറവും ഒക്കെ നല്ല വെടിപ്പാക്കി വൃത്തിക്കിരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ത്രീക്കും മക്കൾക്കും പോയി അതിനെ ഈ എണ്ണ പകരുന്നതിന് വേണ്ടി കൊണ്ടുവരാം, തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനിടയാകും. However, like if a vessel is made of wood or clay, still if it is pure, it can be used to collect the oil. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ചിലതൊക്കെ പകരുവാൻ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അതിനു വേണ്ട വിശുദ്ധിയും വെടിപ്പും ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണം. Similarly, in our life, like when God wants to pour something in your heart, like we need to be make sure, like you don't have to be made of any silver or gold, even you can be of wood or clay, but still you should make sure it's pure so that He can pour something. നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയോളം നമുക്ക് എത്തുവാൻ സാധിക്കില്ല, എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ദൈവത്തോട് അടുപ്പിക്കുവാൻ സാധിക്കും. See, we may not be able to like be as pure as God, but again we can like check ourselves every day and make sure like we can get closer to Him. അങ്ങനെ നാം നമ്മെ തന്നെ ഒരുക്കുന്നുവെങ്കിൽ അതിന് നമുക്കവിടെ ഇപ്പം വായിച്ച ആ 2 തിമോത്തിയോസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നല്ല വേലയ്ക്കായി ഒരുങ്ങിയിരിക്കുക എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മെ തന്നെ വെടിപ്പാക്കി നല്ല വേലയ്ക്കായിട്ട് നാം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം നമ്മിലേക്ക് തന്റെ ആ ഒരു എണ്ണയെ പകരുവാനിടയായി തീരും. So similarly, like we need to be like prepared in our life, because as we can see in verses 21, the second part, it is useful to the master and is prepared to do any good work. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കാനാവിലെ കല്യാണത്തിന് എന്താണ്, വെള്ളം വീഞ്ഞാക്കുവാനിടയായി. So we can see like Jesus Christ's first miracle in this world was to turn the water into wine in the wedding place. അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? വെളിം പ്രദേശത്ത് എന്ത് കടന്നു? 6 കൽഭരണികൾ അവിടെ കിടക്കുവാനിടയായി തീർന്നു. So we can see like in that particular situation there were like 6 jars of stone that was kept outside. അവിടെ വായിക്കുന്ന ന്യായപ്രമാണ പ്രകാരമുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള 6 കൽപാത്രങ്ങൾ എന്നാണ് അവിടെ നാം വായിക്കുന്നത്. So we can read that like it's for the purification of the judgment, that was the reflection of the 6 vessels. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, ഒരു വസ്തു, ഒരു തോലോ അല്ലെങ്കിൽ ഒരു പാത്രമോ എന്തെങ്കിലും പറ്റി അത് അശുദ്ധമായി കഴിഞ്ഞാൽ അതിനെ ശുദ്ധീകരണത്തിന് വേണ്ടി വെള്ളത്തിലിടുന്ന ഒരു കാര്യം നാം വായിക്കുന്നുണ്ട്. So in Leviticus we can read like if any vessel or skin or anything that is impure, the purification process is done by immersing that particular object in pure water. അങ്ങനെ ഈ കൽപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ ശുദ്ധീകരണത്തിന് വേണ്ടി അശുദ്ധമായ വസ്തുക്കളെ കൊണ്ടിടുന്ന ഒരു കൽപാത്രമായിരുന്നു അവിടെ കിടന്നിരുന്നത്. So the stone vessel in the wedding place was a vessel that was to put all the impure things to cleanse itself. ആ കൽപാത്രം എന്താ? നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പഴയ അവസ്ഥകളെയാണ് ആ കൽപാത്രം കാണിക്കുന്നത്. So that particular stone vessel reflects our old situation. വേദപുസ്തകത്തിൽ പല അക്കങ്ങൾക്കും പല അർത്ഥങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. So we can see like in Bible we have like different explanation and revelation for different vessels. 7 നമുക്ക് എന്തായിട്ട് കാണാൻ സാധിക്കും? ദൈവത്തിന്റെ പൂർണ്ണതയാണ് 7 കാണിക്കുന്നത്. So we can see like 7 reflects its God's completeness. അതുപോലെ നമുക്ക് 6 എന്താണ്, മനുഷ്യനെ കാണിക്കുന്ന ഒരു അക്കമായിട്ട് നമുക്ക് 6 പറയുവാൻ സാധിക്കും. We can also understand that like 6 is reflected for human beings. 6 കൽപാത്രം അവിടെ കിടന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ മനുഷ്യരായ നമ്മളെ ഓരോരുത്തരെയാണ് 6 കൽപാത്രങ്ങൾ കാണിക്കുന്നത്. So therefore like the 6 earthen vessels reflects a human being. ആ കൽപാത്രത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതിന്റെ ഉള്ളിൽ എന്താണ്? അശുദ്ധമായ വസ്തുക്കൾ കൊണ്ടിടുവാൻ വേണ്ടിയുള്ള ഒരു കൽപാത്രമായിരുന്നു അത്. So that particular earthen vessels was used to put impure things to purify the impure objects. So that was the situation of the earthen vessels there. എന്നാൽ യേശുക്രിസ്തു അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ കൽപാത്രം ഈ അശുദ്ധമായ സാധനങ്ങളെ കൊണ്ട് ശുദ്ധീകരിക്കുവാൻ ഇടാൻ വേണ്ടിയുള്ള ഈ കൽപാത്രം എന്ത് ചെയ്തു? വിരുന്ന് വീട്ടിൽ എത്തുവാൻ ഇടയായി തീർന്നു. So what happens when Jesus Christ came there, like these 6 earthen vessels became the important vessel in the wedding place. എങ്ങനെ വിരുന്ന് വീട്ടിലെത്തി? അതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം കിടക്കുന്ന ആ ഉള്ളില് അതിന് പകരം എന്ത് ചെയ്തു?
വീഞ്ഞു നിറയ്ക്കുവാനിടയായി തീർന്നു. So how did this particular 6 earthen vessels came into the wedding house? Because that vessel was used to turn the water into the wine for the wedding place. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീഞ്ഞു നിറച്ചാണ് ദൈവം നമ്മെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുത്തിയിരിക്കുന്നത്. Similarly, God is going to pour in your life the wine that is going to be useful for others. അശുദ്ധമായ കാര്യങ്ങളും ലോകത്തിൻ്റെതായ പാപങ്ങളും നിറഞ്ഞു കിടന്ന അവസ്ഥയിലായിരുന്നു നമ്മള്. So our life was like the earthen vessel where we had all the impure objects put in our life. എന്നാൽ ദൈവത്തിന് പ്രസാദം തോന്നി അതിലെന്ത് ചെയ്തു? വീഞ്ഞു നിറച്ചു. But again, when God wanted to use it, like he filled the earthen vessels like with the wine. എന്തിനു വേണ്ടിയാണ് വീഞ്ഞു നിറച്ചത്? അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ. So why was the wine filled in the earthen vessel? So that the wine can be used to others. വിരുന്നുവാഴിയോട് പറയുന്നുണ്ട്, ഈ കൽപാത്രം അകത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ പറയുന്നു. So the wedding person says like this, like take the wine from this particular earthen vessel and give it to everyone. അങ്ങനെയാണ് ഈ ഒരു വിധവയുടെ കാര്യത്തിൽ നമ്മൾ നോക്കിയാലും തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഭരണിയിലെ എണ്ണ എന്ത് ചെയ്യുവാണ്? ഈ കൊണ്ടുവന്ന വെസൽസിലേക്കെല്ലാം പകർന്നു കൊടുക്കുകയാണ്. Similarly, we can see in the story of the women, she is able to pour the oil in all the vessels that she had got. നമ്മുടെ ജീവിതത്തിലെ എണ്ണ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള എംപ്റ്റി ആയിട്ട് കിടക്കുന്ന പാത്രങ്ങളിലേക്ക് നമുക്ക് പകരുവാൻ സാധിക്കണം. Similarly, in our life, like we should be able to make sure that all the blessing that is God is giving and giving in your life, we are able to pour it to places where it is empty. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന അഭിഷേകത്തെ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി തീരണം. So we should make sure that God has given us anointing in your life. We should make sure we pour the anointing into others who are empty. വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നു. അപ്രകാരം നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന സന്തോഷത്തെ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി തീരണം. The wine represents happiness. So similarly, in our life, like we should be able to share the happiness with others who are not happy. നമ്മുടെ ജീവിതത്തിലെ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി തീരണം. So we should be in a position to share the love to others. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലെ സത്യവും ഒക്കെയും കണ്ടെന്താ നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് പകരുന്നവരായി തീരണം. So similarly, in our life, we should be pure and identify the truth, and we should be able to share those things with others. ആ വിധവയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഭരണിയില് ആ എണ്ണ എന്ത് ചെയ്യാണ്? മറ്റുള്ള പാത്രത്തിലേക്ക് പോർ ചെയ്തപ്പോൾ അത് വീണ്ടും ഉണ്ടായി വരുവാനിടയായി തീർന്നു. So the widow like poured the oil in all the vessels she got. So as she was pouring into new vessels, it was just continue to pour until she stopped having the vessel. ഹല്ലേലൂയ. അതിന്റെ ആ നാലാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 4:4, 5, 6. Hallelujah. So then, 2 Kings chapter 4 verses 4 to 6. Then go inside and shut the door behind you and your sons. Pour oil into all the jars, and as each is filled, put it to one side. She left him and afterward shut the door behind her and her sons. They brought the jars to her and she kept pouring. When all the jars were filled, she said to her son, "Bring me another one." But he replied, "There is not a jar left." Then the oil stopped flowing. Amen. Amen. അവിടെ നമുക്ക് കാണുന്നത് എന്താണ്? ആ വിധവയായ സ്ത്രീ എന്ത് ചെയ്തു? വീട്ടിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചു. So we can see like the widow got into her house and closed the doors as per the instruction. തന്റെ വീടിന്റെ ഒരു പ്രൈവറ്റ് സ്പേസിലാണ് അവിടെ ആ അത്ഭുതം നടക്കുവാനിടയായത്. So we can see this particular miracle is happening in a private space in her house. നാമും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളിലാണ് നാമും നമ്മുടെ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ പ്രാപിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാണ് അതിന്റെ സ്റ്റാർട്ടിങ്. Similarly, in a spiritual context, we have gained victory and miracles in our prayer room. ഹല്ലേലൂയ. വെയിൽസ് റിവൈവലിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തീർന്നു. So I heard about the Wales revival in the past days. വെയിൽസ് റിവൈവലിനെ പറ്റി കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ ഇപ്രകാരമാണ് കേട്ടത്. ആ വെയിൽസ് റിവൈവൽ നടക്കുന്നതിന് മുൻപ് 11 വർഷം ആ ഒരു വ്യക്തി അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. So we can see that like before the Wales revival started, the person was praying for 11 continuous years for the particular revival.
ആ ഒരു ദിവസമല്ല 2 ദിവസമല്ല 1 വർഷമല്ല 2 വർഷമല്ല 11 വർഷം ഒരു റിവൈവലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? വെയിൽസ് റിവൈവൽ അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നത്. So the person didn't pray for 1 day or 2 days or even for 1 year. He prayed for 11 years for the revival. എന്നാൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾക്കറിയാവുന്ന വെയിൽസ് റിവൈവൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ബാക്കിൽ 11 വർഷം നടന്ന പ്രാർത്ഥനയെ പറ്റി നമുക്കറിയില്ല. But again, like the world knows only about the Wales revival, but again, they don't know about the background activity of the 11 years of prayer that went through. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ്? നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ നിന്നും നമ്മുടെ ബുധനാഴ്ച പ്രാർത്ഥനകളിൽ നിന്നും നമ്മൾ കൂടി വന്ന ആ ഒരു പ്രാർത്ഥന ഉപവാസത്തോടെയും ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ ഒരു അഭിഷേകം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ നന്മ അവിടെ നിന്ന് പൊട്ടി പുറപ്പെടുവാനിടയായി തീരുന്നത്. Similarly, in our spiritual life, like all the blessing that we receive, the starting point is our private prayer life and our fellowship, our Wednesday prayer, our fasting prayer. So that's where the miracle starts. അങ്ങനെ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരുന്നവരായി തീരണം. So such blessing that we receive through prayer will always we can share it with others who have the voidness in their life. ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ പകരുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God has given you a blessing, that is for the one of the main reason is to share the blessings with others. അത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് വഴി അത് തീർന്നു പോകുകയോ നിന്നു പോകുകയോ ഇല്ല. So when you are able to share your blessings with others, it's not going to stop and you will not have any lackness in it. എങ്ങനെ നമുക്കത് പകരാം? നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം മറ്റുള്ളവരോട് പറയുന്നത് വഴിയായിരിക്കും. So how are you able to share the blessing through others? It can be a very simple task of sharing your testimony or experience with others. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നുപോയ അവസ്ഥയിൽ കൂടി കടന്നു വന്ന മറ്റൊരാളെ കാണുമ്പോൾ നാം എങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു എന്ന് അവരോട് ഷെയർ ചെയ്യുന്നത് വഴിയായിരിക്കാം ചിലപ്പോൾ. Or it can be like when you see someone going through a similar troublesome path as you went through, you will be able to share your experience with that person. അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ച ഒരു നന്മ അവർക്ക് ആശ്വാസമായി തീരുന്നതിന് വേണ്ടി കൊടുക്കുന്നത് വഴിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു നന്മ അങ്ങോട്ട് പകരുന്നത്. Or it can be because you are able to share a component of your blessing to the person who is struggling, and by sharing you are able to help the person, and through that we are able to share your blessing. അങ്ങനെ പകർന്നപ്പോൾ എന്താണ്? ആ എണ്ണ കുറഞ്ഞു പോയില്ല, വീണ്ടും അത് കൂടി വരുവാനിടയായി. So when she was able to pour the oil in different empty vessels, the oil didn't stop flowing. അങ്ങനെ പകർന്ന് അവസാനം എന്താ? കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെയും തീർന്നു. ആ പാത്രങ്ങളൊക്കെയും തീർന്ന ശേഷം ആ വിധവ ചോദിക്കുന്നു, ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ആ അനുഗ്രഹം അവിടെ നിൽക്കുവാനിടയായി. So as she was pouring into all the empty vessels, like she poured into all the available vessels, but again when she asked for more vessels, they said there are no vessels left. So as soon as that happened, the oil stopped flowing. ദൈവം നമ്മെ ഇരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എന്ന് നമ്മളത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുന്നത് നിർത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകരുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാകുന്നു, ആ ദൈവത്തിന് ആ സമയത്ത് അനുഗ്രഹം നിർത്തുവാനുള്ള അധികാരം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. Similarly, we should understand like God can stop your blessings if you stop to share the blessing that He has given you initially to others. ഹല്ലേലൂയ. Hallelujah. അതിനുശേഷം അതിന്റെ 7ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ വചന ധ്യാനം അവസാനിപ്പിക്കാം. So verses 7 reads like this. She went and told the man of God, and he said, go, sell the oil and pay your debts. You and your sons can live on what is left. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത ഒരു കാര്യമാണത്. So in our life, like this is something that we have never seen. ഇവിടെ എന്ത് ചെയ്തു? ആ അനുഗ്രഹങ്ങളൊക്കെയും പ്രാപിച്ചു തന്റെ കയ്യിൽ താൻ കളക്ട് ചെയ്തിരുന്ന പാത്രങ്ങളെല്ലാം എംറ്റി വെസൽസ് എല്ലാം നിറഞ്ഞു. തന്റെ ഉണ്ടായിരുന്ന ആ എണ്ണ മൾട്ടിപ്ലൈ ചെയ്ത് വളരെയധികം അനുഗ്രഹം പ്രാപിക്കാനിടയായി. So we can see like she was able to like fill all the empty vessels and pay all her debts and get more blessing. അതിനുശേഷം താൻ എന്ത് ചെയ്തു? ദൈവദാസന്റെ അടുക്കലേക്ക്, ദൈവഭൃത്യന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് തന്നോട് എനിക്ക് ഇപ്രകാരം അതെല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നതും അതിനുശേഷം മുൻപോട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലെ ആലോചന ചോദിച്ച് ആ ആലോചനയും പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. So after she filled all the vessels that she shared with the oil, she went and told the man of God about what happened, and he gave her instruction to do what can be done next. നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നാം ദൈവത്തെ മറന്നു പോകാറുണ്ട്. Sometimes like in our life when we get an kind of a solution, we tend to forget
God and take our own decision. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നാം നമ്മുടെ സ്വന്തം ഡിസിഷൻസ് എടുത്ത് മുൻപോട്ട് പോകും. So when you see like things are turning into a positive pattern, we tend to stop asking God and we tend to take our own decisions. അവിടെ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നമുക്ക് പലപ്പോഴും മടിയുള്ളതായിട്ട് കാണാം. Sometimes like we might be like bit lazy to ask or sit in prayer and ask God's opinion. നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നാം വീണ്ടും പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നാം അനുഗ്രഹം പ്രാപിച്ച ശേഷം എന്ത് ചെയ്യണം? നാം ദൈവത്തോട് മുൻപോട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചന ചോദിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തരുവാനും ദൈവം ശക്തനാണ്. So when you receive like some kind of a blessing from God, you should make sure like you sit in front of him and ask for the guidance about the blessing. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. So with all these words, like let's stand in the presence of God and let's pray. വർഷിപ്പ് ടീം മുമ്പോട്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയാണെങ്കിലും എംപ്റ്റി എങ്കിലും അതിനെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം വിചാരിക്കുന്ന ഏരിയകളായിരിക്കില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ പണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെയും നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളും എംപ്റ്റി ആയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നെങ്കിൽ ആ ഏരിയകളെയൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ വിധവയുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്തതുപോലെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. നമ്മെ അടിമയാക്കുവാൻ, നമ്മെ പിടിച്ചുകൊണ്ടു പോകുവാൻ വരുന്ന ശത്രുവിന്റെ, കടക്കാരന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആ ഒരു വിടുതലിനായിട്ട്, ആ ഒരു അത്ഭുതത്തിനായിട്ട് നമുക്ക് വീണ്ടും നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം.